ഞാൻ മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനെ കാത്തു സൂക്ഷിക്കുന്ന മുത്തപ്പൻ, അതെ, മുത്തപ്പൻ അമ്പലമാണ് ഈ കാണുന്നത്. റെയിൽവേ ക്വാർട്ടേഴ്സിലാണ് ഈ മുത്തപ്പൻ്റെ അമ്പലം. മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ 1907 തുടങ്ങി. മംഗലാപുരം ടൈൽസ് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ആരംഭിച്ചത്. 1930 ഇന്ത്യയിലെ ലോങ്സ്റ്റ് റെയിൽവേ റൂട്ട് മംഗലാപുരം ടു പെഷവർ ആയിരുന്നു. ഇന്നത് പാകിസ്ഥാനിലാണ്. ഇവിടെ ഈ പരിസരം നല്ല വൃത്തിയുള്ള പരിസരം. ഞാൻ വന്നിറങ്ങിയത് മംഗലാപുരം ജംഗ്ഷനിലാണ്. കൊല്ലം വഴി പോകുന്ന ട്രെയിനെല്ലാം ജംഗ്ഷനിലാണ് വരിക. ഞാൻ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചു. അയാൾ 300 രൂപ പറഞ്ഞു. പിന്നീട് 200 രൂപയായി, 100 രൂപയായി. ഞാൻ 50 രൂപ പറഞ്ഞപ്പോൾ 50 രൂപയ്ക്കും പോരാൻ അയാൾ തയ്യാറായി. പക്ഷേ എനിക്ക് അയാളിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരുന്നു. അതുകൊണ്ട് ഞാൻ കയറിയില്ല. ഞാൻ പതുക്കെ നടന്ന് 6 മണിയായപ്പോൾ ബസ് സർവീസ് ആരംഭിച്ചു. ബസ്സിൽ കയറി ഞാൻ ഈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ടൗണിലാണ്. നല്ല 7 പ്ലാറ്റ്ഫോമുള്ള സ്റ്റേഷൻ. പഴയ സ്റ്റേഷനാണല്ലോ. ഇതാ കേരളത്തിലേക്ക് പോകാൻ വന്ദേ ഭാരത് റെഡിയായി നിൽക്കുന്നു. കേരളത്തിലും കേരള സർവീസും എല്ലാം മംഗലാപുരം ഈ സ്റ്റേഷനിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇതാ അവിടെ നിന്ന് ഇഡ്ഡലി മേടിച്ചു. ഒന്നിനും കൊള്ളാത്ത ഇഡ്ഡലി, 30 രൂപ പോയി. ഞാൻ അവിടെ നിന്ന് നടന്നു. അങ്ങനെ നടന്ന് ടൗണിൻ്റെ ഹൃദയഭാഗത്തെത്തി. അവിടെ അതിമനോഹരമായ ഒരു പാർക്ക്. ഞാൻ പാർക്കിൽ പ്രവേശിച്ചു. നല്ല വൃത്തിയുള്ള പാർക്ക്. അതിനു പുറമെ നല്ല മരങ്ങളും തണലും, ഇരിക്കാൻ നല്ല സൗകര്യം. എത്ര നേരമാണെങ്കിലും അവിടെ ഇരുന്ന് സംസാരിക്കാം. അത്രയും സുന്ദരമായ ഒരു പാർക്കാണ്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച് അതിമനോഹരമായ ഒരു പ്രതിമ, മഹാത്മാഗാന്ധിയുടെ പ്രതിമ. ഇത്രയും സുന്ദരമായ ഒരു സ്ഥലത്ത് ഞാൻ മഹാത്മാഗാന്ധിയുടെ പ്രതിമ ഇതുവരെ കണ്ടിട്ടില്ല. അത് ഈ മംഗലാപുരം പാർക്കിൽ മാത്രമേ എനിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. അതെ, അദ്ദേഹത്തെ നോക്കി എത്ര നേരം വേണമെങ്കിലും ഇവിടെ നമുക്ക് ഇരിക്കാം. മനസ്സിന് ഒരു മടുപ്പും വരികയില്ല. ഇതിൻ്റെ ചുറ്റും ബസ്സുകൾ ഓടുന്നുണ്ട്. പ്രൈവറ്റ് ബസ്സുകളെല്ലാം പോകുന്ന സ്ഥലം വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ അങ്ങോട്ട് ഈ ബസ് ഇവിടെ പോകുമോ എന്ന് ചോദിക്കാൻ പറ്റുന്നില്ല. അത്രയധികം ബിസിയാണ് അവർ. ബസ്സിലാണെങ്കിലോ ആരുമില്ല, എല്ലാം കാലി ബസ്സാണ്. ഇതാ ഒരു ടവർ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ക്ലോക്ക് ടവർ. ഗാന്ധിജിക്ക് തലത്ത് മുകളിൽ. ഗാന്ധിജി നോക്കി നിൽക്കുന്നവർക്ക് എത്ര മിനിറ്റ് നോക്കി നിന്നു എന്നറിയാൻ ആ ക്ലോക്കിൽ നോക്കിയാൽ മതി. അത്രയും ഭംഗിയുള്ള ഒരു ക്ലോക്കാണ്. ഇതാണ് മംഗലാപുരം ടൗണിലുള്ള അതിമനോഹരമായ ചർച്ച്, മിലഗ്രസ് ചർച്ച് എന്ന് പറയുന്നു. ഡെഡിക്കേറ്റഡ് അവർ ലേഡി ഓഫ് മിറാക്കിൾ. 1680 പണിതു. ടിപ്പു സുൽത്താൻ ഈ ചർച്ച് നശിപ്പിച്ചിട്ടുണ്ട്. 1923 ഈ കാണുന്ന ചർച്ചിൻ്റെ രൂപത്തിൽ പണിതത്. ഇതിൻ്റെ ഉള്ളിൽ അതിമനോഹരമായ സൗകര്യത്തിൽ നമുക്ക് ഇരിക്കാം, പ്രാർത്ഥിക്കാം. എത്ര മണിക്കൂർ ഇരുന്നാലും നമുക്ക് മതി വരില്ല. ഞാൻ ചെല്ലുമ്പോൾ ഈ പള്ളിയിൽ അടുത്ത ഈസ്റ്ററിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. പാട്ട് പാടാനും വായിക്കാനും വേണ്ടി മൈക്ക് സജ്ജീകരണം വരെ അവർ നടത്തുന്നു. ഞാൻ അവിടെ നടന്ന് ടൗണിലെത്തി. ടൗണിൽ ഒരു സൂപ്പർ മാർക്കറ്റ്. ഈ സൂപ്പർ മാർക്കറ്റിലാണ് ഞാൻ എൻ്റെ പ്രഭാത കർമ്മം നടത്തിയത്. റെയിൽവേ സ്റ്റേഷനിലെ 30 രൂപ കൊടുത്ത് 1 മണിക്കൂർ വിശ്രമിക്കാനുള്ള സങ്കേതത്തിൽ ഭയങ്കര തിരക്ക്. അതുകൊണ്ട് ഞാൻ അവിടെ കയറിയില്ല. ഇവിടെ വന്ന് സുഖമായിട്ട് എനിക്ക് പ്രഭാത കർമ്മങ്ങൾ നടത്താൻ കഴിയും. ഇവിടെ കുട്ടികൾക്ക് ഓടിച്ചാടി നടക്കാൻ കഴിയും. ഞാനിവിടെ നിന്ന് ഉച്ചക്കത്തുള്ള ഭക്ഷണവും കഴിച്ചു. നല്ല ഭക്ഷണമായിരുന്നു. ഇതാണ് മംഗലാപുരം ബണ്ണ്. മംഗലാപുരത്ത് പോകുന്നത് ഇത് കഴിച്ചിരിക്കണേ.